ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജി 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെക്കൻഡ് ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. നമുക്ക് തുടങ്ങാം. വാട്ട് ഈസ് എവല്യൂഷൻ എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. ഇറ്റ് ഈസ് ദി ഗ്രേറ്റ് ഷോ ഓൺ ദ എർത്ത്. ഓർഗനൈസ് എ ക്ലാസ് റൂം എക്സിബിഷൻ ബൈ സെറ്റിംഗ് ദീസ് ബുക്സ് ഓൺ എവല്യൂഷൻ ഫ്രം സ്കൂൾ ലൈബ്രറി ആൻഡ് അതർ സോഴ്സസ്. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യമാണ്. ഹൗ കുഡ് ദ എവല്യൂഷൻ ഓഫ് ജിറാഫ്സ് വിത്ത് നോ ലോങ് നെക്സ് ഹാവ് ഹാപ്പൻഡ്. നമ്മുടെ മുന്നേ പഠിച്ച ഇല്ലസ്ട്രേഷൻ നോക്കിയിട്ട് പറയാനാണ് പറയുന്നത്. അതായത് ലാമാർക്കിസും ഡാർവിനിസും കമ്പയർ ചെയ്യേണ്ട നോട്ട്സ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ലാമാർക്കിസത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ജിറാഫ്സ് ഓഫ് ഏർലിയർ പീരീഡ്സ് പൊസസ്ഡ് ഷോർട്ട് നെക്സ്. ജിറാഫ്സ് വിത്ത് നെക്സ് ഓഫ് വെരിയിങ് ലെങ്ത്. അത് നമുക്ക് ലാമാർക്കിസം മൊത്തത്തിൽ നോക്കാം അല്ലേ. എന്നിട്ട് ഡാർവിനിസം നോക്കാം, എന്നിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ലാമാർക്കിസത്തിൽ പറയുന്നത് ഷോർട്ട് നെക്സ് ആയിരുന്നു എല്ലാ ജിറാഫിനും ഉണ്ടായിരുന്നത് എന്നാണ്. ജിറാഫ്സ് ബിഗാൻ ടു സ്ട്രെച്ച് ദെയർ നെക്സ് ടു ഒബ്റ്റെയിൻ ഫുഡ്. സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ബൈ കണ്ടിന്യൂസ് യൂസ് ജിറാഫ്സ് വിത്ത് നോ ലോങ്ങർ നെക്സ് എമേർജ്ഡ്. ഇതാണ്, അതായത് എൻവിയോൺമെൻ്റ് ആണ് വേരിയേഷൻസ് ഓർഗാനിസത്തിൽ കോസ് ചെയ്തതെന്നാണ് പറയുന്നത് ലാമാർക്കിസം. ഇനി നമുക്ക് ഡാർവിനിസത്തിൽ എന്താ പറയുന്നത് നോക്കാം. ഇവിടെ ജിറാഫ്സ് വിത്ത് നെക്സ് ഓഫ് വേരിയിങ് ലെങ്ത്, ഷോർട്ട് നെക്സ് മാത്രമല്ല ലോങ്ങും ഷോർട്ടുമായിട്ടുള്ള വേരിയിങ് ലെങ്ത്തുള്ള നെക്കുള്ള ജിറാഫാണുള്ളത്. ഓൺലി ദ ജിറാഫ്സ് വിത്ത് ലോങ്ങർ നെക്ക് സർവൈവ്ഡ് ഇൻ ദ കോമ്പറ്റീഷൻ ഓഫ് ഫുഡ്. കാരണം എന്താണ്, ഇവിടെ ഉള്ളത് വലിയൊരു മരമാണ്, അവിടേക്ക് എത്തുന്ന കഴുത്തുള്ള ജിറാഫുകൾ മാത്രം ജീവിച്ചു. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നുള്ള കാര്യമാണ്. ലോങ്ങർ നെക്സ് ഉള്ളവർ എന്ത് ചെയ്തു, കോമ്പറ്റീഷനിൽ ജയിച്ചു. ഓൺലി ദ ജിറാഫ്സ് വിത്ത് ലോങ്ങർ നെക്ക് സർവൈവ്ഡ് ആൻഡ് ബിക്കെയിം ന്യൂ സ്പീഷീസ്. കഴുത്ത് നീണ്ട ജിറാഫായി. എൻവിയോൺമെൻറ്റ് സെലക്ട് ചെയ്തു ഫേവറബിൾ വേരിയേഷനെ. അതാണ് ഡാർവിൻ പറഞ്ഞത്. എൻവിയോൺമെൻറ്റ് വഴി എന്ത് ചെയ്തു, കഴുത്ത് നീണ്ടുപോയി എന്ന് ലാമാർക്കും പറഞ്ഞു. അപ്പോൾ അതിൽ കുറച്ചുകൂടി റീസണബിൾ ആയിട്ടും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കൂടി പറ്റുന്നത് ആരതാണ്, ഡാർവിനിസാണ്. അതുകൊണ്ട് തന്നെയാണ് ലാമാർക്കിസം പിന്നീട് ആരും എടുത്തു പൊക്കിക്കൊണ്ട് വന്ന് അത് കറക്റ്റാന്ന് പറയാനൊന്നും ഉണ്ടായില്ല. പക്ഷെ ഡാർവിനിസം വീണ്ടും പിന്നീട് എന്ത് ചെയ്തു, ഡാർവിനിസത്തിനെ ശരിയെന്ന് വെക്കുന്ന ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഉണ്ടായി. വാസ് ദർ എനി ലിമിറ്റേഷൻസ് ടു ഡാർവിൻസ് തിയറി റിലേറ്റഡ് ടു ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ, എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉള്ളതായിട്ട്, എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട്? ഡിഡ് ദീസ് ലിമിറ്റേഷൻസ് പോസ് എനി ചാലഞ്ചസ് ടു ഡാർവിനിസം? അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നിയോ ഡാർവിനിസം എന്നുള്ള പേരിൽ. നിയോ ഡാർവിനിസം, നിയോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ന്യൂ. Darwin's theory of evolution has been subjected to criticism because Charles Darwin had no idea about the genetic basis of variation and inheritance. നമ്മുടെ ചാൾസ് ഡാർവിൻ്റെ തിയറിക്ക് ഒരുപാട് റിജക്ഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ കാരണം ജനറ്റിക് ബേസിസ് അതിനില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ റീസൺ. വേരിയേഷനിലും ഇൻഹെറിറ്റൻസിനും ഒരു ജനറ്റിക്സ് ബേസിസ് ഈ ഒരു തിയറിയിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല എന്നായിരുന്നു കാരണം. However, with the discoveries of Gregor Mendel and his concepts about chromosomes and genes, അവിടെയാണ് ഗ്രിഗർ മെൻഡൽ വരുന്നത്. ഇതൊക്കെ പാരലലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഗ്രിഗർ മെൻഡലിൻ്റെ ക്രോമസോംസിൻ്റെയും ജീൻസിനെയും കുറിച്ചുള്ള ഡിസ്കവറീസ്, ഇറ്റ് വാസ് റെക്കഗ്നൈസ്ഡ് ദാറ്റ് ദ കോസ് ഓഫ് വേരിയേഷൻ, അത് നമ്മൾ നേരത്തെ പഠിച്ചു, അത് എന്താണ്, വേരിയേഷന് ക്രോമസോംസും ജീൻസുമാണ് കാരണമായിട്ട് വരുന്നതെന്ന് പഠിച്ചു. ദാറ്റ് ലീഡ് ടു ദ എവല്യൂഷൻ വർ ജനറ്റിക് ചേഞ്ചസ്, ജനറ്റിക് റീകോമ്പിനേഷൻ ഡ്യൂറിങ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് ജീൻ ഫ്ലോ. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സമയത്ത് നടക്കുന്ന ജനറ്റിക് റീകോമ്പിനേഷനും ജനറ്റിക് ചേഞ്ചസും ആണ് വേരിയേഷന് കാരണമെന്ന് ഗ്രിഗർ മെൻഡൽ കണ്ടെത്തുകയുണ്ടായി. അതുവഴിയാണ് എന്ത് ചെയ്തത്, ഇവിടെ എവല്യൂഷൻ സംഭവിക്കുന്നത്, ജീൻ ഫ്ലോ നടക്കുന്നത്. ഈ ജീൻ ഫ്ലോനെയാണ് നമ്മൾ എവല്യൂഷൻ എന്ന് മറ്റൊരർത്ഥത്തിൽ വിളിക്കുന്നത്. ലേറ്റർ ഡാർവിനിസം ബിക്കംസ് അൺക്രിട്ടിക്കലി റാഷണലൈസ്ഡ് ആസ് മോർ എവിഡൻസസ് ആൻഡ് ഫർദർ സ്റ്റഡീസ് ഫ്രം ദ ഫീൽഡ്സ് ഓഫ് പോപ്പുലേഷൻ ജെനറ്റിക്സ്, പാലിയൻറ്റോളജി, എൻവിയോൺമെൻറ്റൽ സയൻസ് ഒക്കെ വന്ന സമയത്ത് എന്തായി, ഇത്തരം വേറെ ഫീൽഡുകൾ കൂടി ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തപ്പോൾ ഡാർവിനിസത്തിനൊരു ഫുൾ ഫോമിലേക്ക് എത്തി, ഒരു ഡിഫറെൻറ്റ് ഫോമിലേക്ക് എത്തി. അതിനെ നിയോ ഡാർവിനിസം എന്ന് വിളിക്കപ്പെട്ടു. ന്യൂ ഡാർവിനിസം, അപ്ഡേറ്റഡ് ഡാർവിനിസം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. മെനി മോഡേൺ റിസർച്ചേഴ്സ് ആർ ബീയിങ് കണ്ടക്റ്റഡ് റിലേറ്റഡ് ടു എവല്യൂഷൻ. Evolutionary clinical medicine makes use of
ദ ഐഡിയാസ് ഓഫ് എവല്യൂഷൻ ഇൻ ദ ഹെൽത്ത് കെയർ. നമ്മുടെ ഹെൽത്ത് കെയറിൽ ഈ എവല്യൂഷൻ്റെ കോൺസെപ്റ്റ് എടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് സ്റ്റഡീസ് ഹൗ ബാക്ടീരിയ ഓർ വൈറസസ് ഇവോൾവ് ഓവർ ടൈം ടു ബിക്കം റെസിസ്റ്റൻറ്റ് ടു ഡ്രഗ്സ്. നമ്മൾ ആദ്യം തന്നെ ട്യൂബർകുലോസിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു എവല്യൂഷനിലൂടെയാണ് അല്ലേ, മ്യൂട്ടേഷനൊക്കെ നടന്ന എവല്യൂഷനിലൂടെയാണത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഒരു ബാക്ടീരിയ കാണിക്കുന്നത്. ദിസ് ക്യാൻ ലീഡ് ടു ദ ക്രിയേഷൻ ഓഫ് ന്യൂ മെത്തേഡ്സ് ഫോർ ട്രീറ്റ്മെൻറ്റ് or the improvement of existing ones. Personalized medicine is designed by looking. Personalized medicines ഒക്കെ ഉണ്ടാക്കുന്നത് ഇൻഡിവിജ്വൽ ജീനിൻ്റെയും ഫാമിലി ജനറ്റിക് ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ടാണ്. DNA studies and artificial intelligence. DNA studies and artificial intelligence help doctors to understand about disease and to find new ways to resist them. Haven't you understood the concept of evolutionary tree? Based on the illustration 2.4 and the description given below, analyze the draw inference about how each species is formed. നമ്മളിവിടെ ഇനി പഠിക്കാൻ പോകുന്നത് ഒരു ഏറ്റവും കൂടുതൽ എന്താ പറയുക, നിങ്ങൾ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബോധം ഉണ്ടായിരിക്കേണ്ട ബയോളജിയിലെ ഒരു ഭാഗമാണത് കേട്ടോ. ഈ ട്രീ നിങ്ങൾ ഒരിക്കലും മനസ്സിൽ നിന്ന് മറക്കാൻ പാടില്ല. ഇത് നിങ്ങൾ 10ാം ക്ലാസ് +2 കഴിയുന്ന വരെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഒരു ഒറിജിൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് വേർതിരിഞ്ഞ് ആദ്യം ബാക്ടീരിയ ഉണ്ടാവുന്നു, പിന്നെ യൂക്കാരിയ എന്നുള്ളൊരു ഭാഗമാണ് ഉണ്ടാവുന്നത്. യൂക്കാരിയ എന്നല്ല, ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, അങ്ങനെ 2 ബാക്ടീരിയകളാണ് വരുന്നത്. അതായത് ഏറ്റവും പ്രിമിറ്റീവായിട്ടുള്ളത് എന്താണ്? ബാക്ടീരിയയാണ് ഏറ്റവും പ്രിമിറ്റീവായിട്ടുള്ള. പിന്നെ വന്നതിൽ നിന്നാണ് ആർക്കിയ എന്നുള്ളൊരു കാറ്റഗറി വരുന്നത്. പിന്നെ അതിൽ നിന്ന്, അതായത് ഇവിടെ ഒരു പാരൻ്റ് ഉണ്ട്, പാരൻ്റ് അല്ലെങ്കിൽ ആൻസിസ്റ്റർ എന്ന് വിളിക്കാം. നമുക്ക് ആൻസിസ്റ്റർ അതാണ് കൂടെ കുറച്ചുകൂടെ ആപ്റ്റ്. ഒരു ആൻസിസ്റ്റർ ഉണ്ട്. ഈ ആൻസിസ്റ്ററിന് ബാക്ടീരിയ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്തായിട്ടുണ്ട്? പിന്നെ 2 ഡിവിഷനാണ് സംഭവിക്കുന്നത്, ആർക്കിയ ആയിട്ടും യൂക്കാരിയ ആയിട്ടും. യൂക്കാരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? യു എന്ന് പറഞ്ഞാൽ ട്രൂ എന്നുള്ള അർത്ഥമാണ് വരുന്നത്, ട്രൂ. കാരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസ്, ഒരു ശരിയായ ന്യൂക്ലിയസ് ഉള്ള ഒരു കാറ്റഗറിയും പിന്നെ ആർക്കിയ എന്നുള്ള കാറ്റഗറിയും. ആർക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? കുറച്ചുകൂടി പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ഫോമാണ്. അവർ കുറച്ചും കൂടിയും എക്സ്ട്രീം കണ്ടീഷൻസിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് യൂക്കാരിയനെ കുറിച്ചാണ്. യൂക്കാരിയ നമ്മൾ 4 മേജർലി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്: പ്രോട്ടിസ്റ്റ, പ്ലാന്റ്, ഫഞ്ചൈ, അനിമേലിയ. Archaea and Eukarya share a common ancestor that bacteria do not. Protista, plant, fungi and animals originate from common ancestor. ഇവിടെ ആൻസിസ്ട്രൽ ഫോംസും ഇതിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? അതായത് ഇതൊരു ആൻസിസ്റ്ററിൽ നിന്ന് ബാക്ടീരിയ ഉണ്ടാവുന്നു. ഇവിടെ ഒരു ആൻസിസ്റ്ററിൽ നിന്ന് ആർക്കിയ ഉണ്ടാവുന്നു, യൂക്കാരിയ ഉണ്ടാവുന്നു. പ്ലാന്റേക്കും പ്രോട്ടിസ്റ്റയ്ക്കും ഒരു ആൻസിസ്റ്റർ ഉണ്ട്. ഇവിടെ ഫഞ്ചൈക്കും അനിമേലിയക്കും കൂടെ കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. മനസ്സിലായല്ലോ? ബയോഡൈവേഴ്സിറ്റി ഓൺ എർത്ത് originated through a process called speciation in which new species arises from a common ancestor. It is thought that all species have descended from a last universal common ancestor, and a different species might have a most recent common ancestor. അതായത് ഇവിടെ എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ടുള്ള ലൂക്ക ഉണ്ട്, എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ടുള്ള ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. പിന്നീട് എന്താണ്? ഓരോരുത്തർക്കായിട്ട് അല്ലെങ്കിൽ 2 വിഭാഗത്തിനൊക്കെ ആയിട്ട് മോസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ള ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടാവും. ആ ലൂക്ക എന്നുള്ള ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ എന്നാണ് എല്ലാവരും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ റീസെൻ്റ് ആയിട്ട് വന്ന ആൻസിസ്റ്റേഴ്സ് എന്നാണ് ചില കോമൺ ക്യാരക്ടറൊക്കെ എടുത്തിട്ട് മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ ഉണ്ടാവുന്നത്, MRCA. ഇനി സ്പീസിയേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നോക്കാം. ഓൾതോ മെമ്പേഴ്സ് ഓഫ് എ പോപ്പുലേഷൻ ക്യാൻ പ്രൊഡ്യൂസ് ഓഫ്സ്പ്രിങ് വിത്ത് ഡിഫറൻസ് ത്രൂ റീപ്രൊഡക്ഷൻ, ദേ റിമെയിൻ ആസ് എ സിംഗിൾ സ്പീഷീസ്. അതായത് ഒരു മൊത്തം പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ വ്യത്യാസത്തിലുള്ള
ഓസ്പ്രിങ്സിന് അവർക്ക് ഉണ്ടാക്കാൻ കഴിയെങ്കിൽ കൂടെ അവരൊരു സിംഗിൾ സ്പീഷീസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് നമ്മളൊക്കെ മനുഷ്യൻ എന്നുള്ളൊരു സ്പീഷീസിൽ പെടുന്നതാണല്ലോ. ഹോമോ എന്നുള്ള സ്പീഷീസ്, ഹോമോ സാപ്പിയൻസ് എന്നുള്ള സ്പീഷീസിൽ പെടുന്നതാണ്. നമുക്കൊരുപാട് വേരിയേഷൻസ് ഉണ്ടല്ലോ. എൻ്റെ മുഖം പോലെ ആയിരിക്കില്ല നിങ്ങളെ മുഖം വരുന്നത്, എൻ്റെ മൂക്ക് പോലെ ആയിരിക്കില്ല നിങ്ങളെ മൂക്ക് വരുന്നത്, എൻ്റെ സ്വഭാവം പോലെ ആയിരിക്കില്ല നിങ്ങളെ സ്വഭാവം വരുന്നത്. അപ്പോൾ നമ്മളൊരു സിംഗിൾ സ്പീഷീസ് ആണെങ്കിൽ പോലും നമുക്ക് ഡിഫറൻസ് ഓഫ് സ്വഭാവങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇഫ് ദ മെമ്പേഴ്സ് ഓഫ് എ പോപ്പുലേഷൻ ഗെറ്റ് ഐസൊലേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ എക്കോളജിക്കൽ ഓർ അതർ ഫാക്ടേഴ്സ്, സെവറൽ വേരിയേഷൻസ് മൈറ്റ് അക്യുമുലേറ്റ് ഓവർ ടൈം. അതിന് എക്സാമ്പിളാണ് ഓരോ രാജ്യത്തുള്ള ആളുകൾക്ക് വരെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവരുടെ തൊലിയുടെ നിറത്തിൽ, അവരുടെ മുഖത്തിൻ്റെ ഷേപ്പിൽ, കണ്ണിൻ്റെ ഷേപ്പിൽ, മൂക്കിൻ്റെ ഷേപ്പിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മളെ സൗണ്ടിൽ, അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ വരാം. അതിൽ എക്കോളജിക്കൽ ഫാക്ടേഴ്സ് വരാം. അതിന് കാരണം എന്താണ്? മ്യൂട്ടേഷൻ, നാച്ചുറൽ സെലക്ഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ, ഇതൊക്കെയാണ് കാരണം. വെൻ ദ മെമ്പേഴ്സ് ഓഫ് എ സ്പീഷീസ് ബിക്കം അൺഏബിൾ ടു റീപ്രൊഡ്യൂസ് ന്യൂ ഓസ്പ്രിങ്സ് മ്യൂച്വലി ദേ വിൽ ഇവോൾവ് ഇൻ ടു എ ഡിഫറെൻറ്റ് സ്പീഷീസ്. അതായത് ഇപ്പോൾ ഒരു അമേരിക്ക എന്നുള്ള രാജ്യം, ഇവിടെ ഒരു ആൾ ജീവിക്കുന്നുണ്ട്. ഇത് ഇന്ത്യ. ഇവിടെയും ഒരാൾ ജീവിക്കുന്നുണ്ട്. അമേരിക്കക്കാരുടേതായ ഒരുപാട് എന്താ പറയുക ഫീച്ചേഴ്സ് ഉണ്ടാവും. അത് വെച്ചുള്ള കുറേ അമേരിക്കൻ കുട്ടികളും അവിടെ ജനിക്കുന്നുണ്ട്, വളരുന്നുണ്ട്. ഇന്ത്യയിലും അതുപോലെ ഒരുപാട് കുട്ടികൾ ജീവിക്കുന്നുണ്ട്, വളരുന്നുണ്ട്, ഉണ്ടാവുന്നുണ്ട്, അവരുടെ തലമുറകൾ കൈമാറി വരുന്നുണ്ട്, ഒക്കെ ഉണ്ട്. ഇവർ തമ്മിൽ കല്യാണം കഴിച്ചാൽ, ഒരു അമേരിക്കക്കാരനും ഇന്ത്യക്കാരിയും കൂടെ കല്യാണം കഴിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കുട്ടികൾക്ക് എന്താണ്? കുറച്ച് ഡിഫറെൻറ്റ് സ്വഭാവങ്ങളും കുറച്ച് ഡിഫറെൻറ്റ് ഫീച്ചേഴ്സും ഇവരുടെ മിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരും. അത് അവർ കൈമാറിപ്പോവും. അങ്ങനെയാണ് നമ്മളെ നാട്ടിൽ കുറേ ഒരു കാറ്റഗറി തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അത് കുറച്ച് ലെസ് കോമൺ ആയത്. ആംഗ്ലോ ഇന്ത്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവർക്ക് അവരുടേതായ റിസർവേഷനും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് നിലവിലില്ല, അതെടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ എന്താണ്, അവരൊരു ഡിഫറെൻറ്റ് സ്പീഷീസ് ആയിട്ട്, ഇത് ഞാൻ കോമൺ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറഞ്ഞതാണ്. ഇത് സ്പീഷീസിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. മനുഷ്യൻ എന്നുള്ള വേറൊരു സ്പീഷീസ് അവിടെ നമുക്ക് ഉണ്ടായി വരുന്നൊന്നുമില്ല. ഇതാണ് സംഭവിക്കുന്നത്. അവർ എന്താണ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ വേറെ വേറെ സ്ഥലങ്ങളിൽ ജീവിച്ചു വരുന്ന സമയത്ത് അവർ ഒരു ഡിഫറെൻറ്റ് സ്പീഷീസ് ആയിട്ട് ഇവോൾവ് ചെയ്ത് വരും. ഇവിടെ MRCA-നെയും ലൂക്കനെയും കമ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. നമ്മൾ കാറ്റഗറിയിൽ ഫഞ്ചൈനോട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന സ്പീഷീസ് ഏതാണ്? അനിമേലിയാണ്. കാരണം എന്താണ്? MRCA എന്നുള്ളത് നമുക്ക് കോമൺ ആണ്. മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസെസ്റ്റർ കോമൺ ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടി നിയറസ്റ്റ് ആയിട്ടുള്ളത് അനിമേലിയ ആൻഡ് ഫഞ്ചൈയാണെന്ന് പറയുന്നത്. വാട്ട് ആർ ദ സർക്കംസ്റ്റൻസസ് ദാറ്റ്സ് ലേഡ് ടു ദ ഫോർമേഷൻ ഓഫ് വേരിയേഷൻ ഇൻ ദ ഓർഗാനിസം? എക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടാവാം, പിന്നെയോ എക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടാവാം, അതുപോലെ തന്നെ മ്യൂട്ടേഷൻ, നാച്ചുറൽ സെലക്ഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ, അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് വരാം. ഹൗ ഡു ദീസ് സർക്കംസ്റ്റൻസസ് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് എ ന്യൂ സ്പീഷീസ് എന്നാണ് ചോദിക്കുന്നത്. അവരെന്ത് ചെയ്യും? ഈ ലാസ്റ്റ് ഇതാണ് ആൻസർ. വെൻ ദ മെമ്പേഴ്സ് ഓഫ് സ്പീഷീസ് ബിക്കം അൺഏബിൾ ടു റീപ്രൊഡ്യൂസ് ന്യൂ ഓസ്പ്രിങ്സ് മ്യൂച്വലി, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല സ്വഭാവങ്ങളെന്നുണ്ടെങ്കിൽ അവർ പുതിയ സ്പീഷീസ് ആയിട്ട് ഇവോൾവ് ചെയ്യും. ഇനി നമ്മൾ എവല്യൂഷൻ്റെ എവിഡൻസസ് ആണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക്